بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുകയും നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ ഫضല് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആല ഇംറാൻ, അതിലെ 118 മുതൽ 120 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ജൂതന്മാരും അതുപോലെ തന്നെ അറബ് സമൂഹമായിരുന്ന അറബ് ഗോത്രമായിരുന്ന ഔസ് ഖസ്റജ് എന്ന് രണ്ട് ഗോത്രക്കാരും തമ്മിൽ അഭേദ്യമായ സൗഹൃദവും ബന്ധവും സ്ഥാപിച്ചിരുന്നവരാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹകരിച്ച് അവർ കഴിഞ്ഞുകൂടിയിരുന്നവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പരസ്പരം മനസാക്ഷി സൂക്ഷിപ്പുകാരായി പോലും അവർ പരിഗണിച്ച് കഴിഞ്ഞുകൂടിയിരുന്നവരാണ്. രഹസ്യങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം പങ്കുവെച്ച് കൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി. അറബ് ഗോത്രങ്ങളായിരുന്ന ഔസും ഖസ്റജും ഇസ്ലാം മതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, പ്രവാചകരിൽ വിശ്വസിച്ചു, ഖുർആനിൽ വിശ്വസിച്ചു. അവർ മുസ്ലിമീങ്ങളായി. പക്ഷെ അപ്പോഴും ജൂതന്മാരായ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാനോ പ്രവാചകനെ അംഗീകരിക്കാനോ അവർ തയ്യാറായില്ല. പ്രവാചകനോട് അങ്ങേയറ്റത്തെ വെറുപ്പും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ പഴയ ചങ്ങാതിമാരായിരുന്ന ഔസ് ഖസ്റജുകാരെ സ്നേഹിക്കുകയും ഇവരങ്ങോട്ട് സ്നേഹിക്കുകയും ആ സ്നേഹബന്ധം തുടരുകയും ചെയ്തു. പക്ഷേ ഈ സ്നേഹബന്ധത്തെ ജൂതന്മാർ മുതലാക്കുകയാണ് ഉണ്ടായത്. ഈ ഔസ് ഖസ്റജ് പഴയകാല ചങ്ങാതിമാരെ വെച്ചുകൊണ്ട് ജൂതന്മാർ മുതലെടുപ്പ് നടത്തുകയാണ് പിൽക്കാലത്ത് ചെയ്തത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും അഥവാ മദീനക്കാരായ മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ഓരോ ദിവസത്തെ കാര്യങ്ങൾ മശൂറ ചെയ്യും. നമ്മളിപ്പോൾ രാവിലെ പള്ളിയുടെ അകത്തിരുന്ന് നമ്മൾ മശൂറ ചെയ്യുമല്ലോ, ആരെ കാണണം, ആരെ കണ്ടു, ജമാഅത്ത് പുറപ്പെടുന്ന കാര്യം, ഇങ്ങനെ നമ്മൾ മശൂറ ചെയ്യുമല്ലോ. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലും എല്ലാ ദിവസവും മുശാവറ നടന്നിരുന്നു, കൂടിയാലോചന. ആ മുശാവറയിൽ ഒരു പക്ഷേ വരാനിരിക്കുന്ന അപകടത്തെ പറ്റി, അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പറ്റി, സൈന്യത്തിന്റെ നീക്കത്തിനെ പറ്റി, സൈന്യത്തിനെ സജ്ജീകരിക്കുന്നതിനെ പറ്റി, പട്ടാളത്തിനെ പറ്റി ഒക്കെ അതിനകത്ത് മശൂറ ഉണ്ടാവും, ചർച്ചയുണ്ടാവും. അപ്പോൾ പഴയകാല ചങ്ങാതിമാരായ ജൂതന്മാർ അവര് ഇവരുമായി ഇടപഴകുകയും ഈ രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും ചെയ്യും. ഈ രഹസ്യങ്ങളെ ജൂതന്മാർ മക്കയിലുള്ള ഖുറൈശികളുമായി പങ്കുവെക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അത് ചോർത്തിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതായിരുന്നു പരിപാടി. ആ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ ഈ ചരിത്രം നമ്മൾ മനസ്സിനകത്ത് വെച്ചുകൊണ്ട് വേണം ഈ ആയത്തിന്റെ അർത്ഥം കേൾക്കാനും മനസ്സിലാക്കാനും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ ആയത്തിനെ എങ്ങനെയാണ് പരിഗണിക്കുക, അതും കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞ് അവസാനിപ്പിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഈ അപകടം നടക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട്, അഥവാ മുസ്ലിമീങ്ങൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ രഹസ്യങ്ങളും ചോർന്നു പോകുന്നു, അത് ചോർത്തിക്കൊടുക്കുന്നത് ജൂതന്മാരാണ്, അത് ശത്രുക്കളുടെ മുന്നിലേക്ക് അവരാണ് ചോർത്തിക്കൊടുക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കി. ഏ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ ബിതാനതം മിൻ ദൂനികും, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ സത്യവിശ്വാസികളെ, നിങ്ങളിൽ പെട്ടവരെ അല്ലാതെ
നിങ്ങളുടെ അതീവ രഹസ്യങ്ങളെ അഥവാ ഉള്ളുകള്ളികൾ അറിയുന്നവരാക്കരുത്. നിങ്ങളുടെ സ്വകാര്യമായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയുന്നവരാക്കരുത്. നിങ്ങളിൽപ്പെട്ടവരല്ലാതെ മറ്റുള്ളവരെ നിങ്ങൾ അറിയിക്കുന്നവരാകരുത്. ലാ യഅലൂനകും ഖബാല, നിങ്ങൾക്ക് വിപത്ത് വരുത്തുന്നതിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ രഹസ്യങ്ങളെ അവരിലേക്ക് നിങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൗർബല്യങ്ങൾ അവർ ചൂഷണം ചെയ്യാൻ കിട്ടുന്ന അവസരം അവർ മുതലാക്കും. കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർ മുതലാക്കും. അതുകൊണ്ട് നിങ്ങളിൽപ്പെട്ടവരോടല്ലാതെ നിങ്ങളുടെ രഹസ്യങ്ങളെ നിങ്ങൾ പങ്കുവെക്കല്ലേ. കാരണം നിങ്ങൾ പ്രയാസപ്പെടുന്നതാണ്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ജൂതന്മാരായ ആളുകൾ അവർ നിങ്ങൾ പ്രയാസപ്പെടുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം. നിങ്ങളോടുള്ള കോപം ചിലപ്പോഴൊക്കെ അവരുടെ വാക്കുകളിലൂടെ തന്നെ വെളിവായിട്ടുണ്ട്. അവരുടെ വചനങ്ങളിലൂടെ തന്നെ നിങ്ങളോടുള്ള പകയും കോപവും വെളിവായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിനെ, പ്രയാസം വരുന്നതിനെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട രഹസ്യങ്ങൾ അവരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കല്ലേ. എന്നാൽ അവരുടെ നെഞ്ചകം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൂടുതൽ ഭീകരമാണ്. അവർ പുറത്തേക്ക് ഇതിനെ കാണിച്ചിട്ടില്ല. അവരുടെ നെഞ്ചകത്തിന്റെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇതിനേക്കാളും ഭീകരമാണ്. മുഅ്മിനീങ്ങളെ, ഖദ് ബയ്യനാ ലക്കുമുൽ ആയാത്ത്, ഇതാ അല്ലാഹു എല്ലാ തെളിവ് സഹിതം നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ്. ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചോണേ. അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ്. അവരുടെ പ്രധാനപ്പെട്ട സ്വഭാവം, നിങ്ങളുടെ മുഖതാവിൽ അവരിങ്ങനെ കാണും, പക്ഷേ അവര് നിങ്ങളോടുള്ള കോപത്തോടെയാണ് നിങ്ങളുടെ മുഖത്തിലേക്ക് അവർ നോക്കുന്നത്. അവരുടെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ പകയാണ്. അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി നിങ്ങൾക്ക് തരികയാണ്. ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു. പിന്നെയോ നോക്കൂ, നിങ്ങളുടെ സ്ഥിതി എന്താണ്? നിങ്ങളാകട്ടെ അവരോട് വലിയ സ്നേഹം കാണിക്കുന്നു, വലിയ സ്നേഹം നിങ്ങൾ അവരോട് കാണിക്കുന്നു. പക്ഷേ വലാ യുഹിബ്ബൂനകും, അല്പം പോലും സ്നേഹം നിങ്ങളോട് അവർക്കില്ല. അല്ലാഹു പറയുകയാണ്, ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ചലനത്തെ വ്യക്തമായി അറിയുന്ന, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ആ പഴയ ചങ്ങാതിമാരെ, നിങ്ങളുടെ ബിസിനസ് പങ്കാളികൾ, നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കൾ, നിങ്ങളുടെ വീട്ടിൽ നിൽക്കേണ്ട വന്നു പോകുന്നവർ, നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നവർ, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളിലൊക്കെ നിങ്ങൾ ഇടപാടുകൾ നടത്തിയിരുന്ന നിങ്ങളുടെ ഉറ്റ ചങ്ങാതിമാർ, അവരോട് നിങ്ങൾക്ക് വലിയ സ്നേഹമാണ്. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടും ആ സ്നേഹബന്ധത്തിൽ ഒരു കുറവ് നിങ്ങൾ വരുത്തിയിട്ടില്ല. പക്ഷേ അവരങ്ങനെയല്ല കേട്ടോ. വലാ യുഹിബ്ബൂനകും, അവർക്ക് നിങ്ങളോട് ഒരു അല്പം പോലും സ്നേഹമില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, നിങ്ങളാകട്ടെ ഇറക്കപ്പെട്ട മുഴുവൻ കിതാബുകളിലും വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്നു. ഖുർആൻ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ തൗറാത്തിലും വിശ്വസിക്കുന്നു. ഖുർആനിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇൻജീലിലും വിശ്വസിക്കുന്നു. പക്ഷേ അവരാകട്ടെ വൈദാ ലഖൂകും ഖാലൂ ആമന്നാ, നിങ്ങളെ അവർ കണ്ടുമുട്ടുമ്പോ അവർ പറയും ഞങ്ങളും വിശ്വാസികളാണെന്ന് അവർ പറയും. വഇദാ ഖലൗ, നിങ്ങളിൽ നിന്നും അകന്നു കഴിയുമ്പോ അള്ളൂ അലൈക്കുമുൽ അനാമിന മിനൽ ഗൈബ്, നിങ്ങളോടുള്ള കോപവും വെറുപ്പും കാരണത്താൽ അവരവരുടെ വിരലുകൾ തന്നെ കടിക്കുന്നു. അവരവരുടെ വിരലുകൾ തന്നെ കടിക്കുകയാണ്. നിങ്ങളോടുള്ള കോപം കടിച്ചമർത്തുന്നതിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
ആ കോപം പിടിച്ച് കടിച്ചമർത്തുന്നതിന് വേണ്ടി അവരവരുടെ വിരലുകളെ അവരുടെ വായിലേക്ക് വെച്ചിട്ട് അവർ കടിക്കുകയാണ്. നിങ്ങളെടുക്കൽ വന്നിട്ട് പറയും ഞങ്ങളും വിശ്വാസികളാണെന്ന് പറയും. പക്ഷേ നിങ്ങളെടുക്കൽ നിന്ന് പോയി കഴിഞ്ഞാലോ നിങ്ങളോടുള്ള പകയും വിദ്വേഷവും കോപവും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിയും. അതിന്റെ പേരിൽ അവരുടെ വിരലുകളെ അവർ കടിക്കും. പറയൂ നബിയേ, മൂതൂ ബിഗൈദികും, നിങ്ങളുടെ വിദ്വേഷവുമായി നിങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മരിച്ചുകൊള്ളുക. ഇന്നല്ലാഹ അലീമും ബിദാതിസ് സുദൂർ, നിങ്ങളുടെ നെഞ്ചകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വളരെ വ്യക്തമായി അറിയുന്നവൻ അല്ലാഹുവാൻ. തീർച്ചയായും അല്ലാഹു ആ കാര്യങ്ങൾ, രഹസ്യങ്ങൾ മുഴുവനും അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂന്നാമത് അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടായാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടായാൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല അവസ്ഥ ഉണ്ടായാൽ, അവരെ അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. അവരെ അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. നിങ്ങൾക്കൊരു നിയമത്ത് കിട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉയർച്ചയുണ്ടായി, സാമ്പത്തികമായ ഒരു പുരോഗതി ഉണ്ടായി, ശാരീരികമായി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യത്തിലെത്തി, മക്കളൊക്കെ നല്ല നിലവാടിലേക്ക് നല്ല നിലയിലേക്ക് എത്തി, ഇങ്ങനെ നിങ്ങൾക്കൊരു നല്ലൊരു കാലം വരുന്നത് കണ്ടാൽ തസ്ഊഹും, അവർക്ക് വലിയ മനപ്രയാസം ഉണ്ടാവും, അവർക്ക് സഹിക്കാൻ പറ്റൂല. നേരെ മറിച്ചോ വൈൻ തുസ്ബുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ വന്നുപോയത് കണ്ടാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നത് കണ്ടാൽ, മാറി നിന്ന് അതുകൊണ്ട് അവർ സന്തോഷിക്കും. അവർ മാറി നദി വല്ലാതെ സന്തോഷിക്കും, വല്ലാതെ സന്തോഷിക്കും. അല്ലാഹു പറയുകയാണ്, വൈൻ തസ്ബിറൂ, നിങ്ങൾ അതിര് കടക്കണ്ട, നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക. വതത്തഖൂ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടെ നിങ്ങൾ ജീവിച്ചുകൊള്ളുക. ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരെന്തെല്ലാം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാലും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും നിങ്ങളെ ഒരു ബുദ്ധിമുട്ടും വരുത്താൻ അവർക്ക് കഴിയുകയില്ല, നിങ്ങളെ ദ്രോഹിക്കാൻ അവർക്ക് കഴിയുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സകലതും സൂക്ഷ്മമായി അറിയുന്നവനാണ്. മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ, അഥവാ മറഞ്ഞു കിടക്കുന്ന ആയത്തുകളിലൂടെ, ആ സംഭവങ്ങളിലൂടെ സ്വഭാവത്തെ മുഅ്മിനീങ്ങളായ മദീനയിലെ മുഅ്മിനീങ്ങളായ അൻസാരികളായ ആളുകളുടെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ചതികൾ തന്നെ നടന്നിട്ടുണ്ട്, ഒരുപാട് ചതികൾ തന്നെ നടന്നിട്ടുണ്ട്. അത് വലിയ അപകടം എന്ന് മുസ്ലിമീങ്ങൾക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർശനമായ നിർദ്ദേശം വന്നത്, നിങ്ങൾ അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, അത്തരത്തിലുള്ള മുനാഫിക്കുകൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഇനി ഈ ആയത്ത് നമ്മുടെ കാലഘട്ടവുമായി തട്ടിച്ചു നോക്കുക. അപ്പൊ നമുക്കുണ്ട്, നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മളൊരാളെ ആത്മമിത്രമായി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മമിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയോട് പോലും പറയാത്ത രഹസ്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളോട് പോലും പറയാത്ത രഹസ്യങ്ങൾ പറയുന്ന ചില ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടെന്നൊക്കെ പറയുമല്ലോ, അത്രയ്ക്ക് വലിയ സുഹൃത്ത്, അത്രയും വലിയ അടുപ്പമൊന്നും ആരുമായിട്ടും വേണ്ട എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം അടുപ്പം വെക്കുന്നുവെങ്കിൽ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത്രത്തോളം അടുപ്പം വെക്കാൻ, നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ, സൂക്ഷിപ്പുകാരനായിരിക്കാൻ. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു പിണങ്ങി നമ്മളോടൊരു പിണക്കം വന്നു, പിണക്കം വിട്ട് മാറിക്കഴിയുമ്പോൾ അന്ന് നമ്മൾ നടത്തിയ ആ രഹസ്യ ചർച്ചകൾ മുഴുവനും എന്ത് ചെയ്യും? പുറത്തേക്ക് വലിച്ചു. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എപ്പോഴും ഒരു അകലം, അതാരുമായിട്ടായാലും ഒരു അകലം, അത് ഭാര്യയോടാണെങ്കിൽ പോലും ഒരു അകലം സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മൾ നേരത്തെ പറയാറുള്ളത് ഏറ്റവും വലിയ ശത്രുവായി ആരായി മാറുന്ന, ഏറ്റവും വലിയ ശത്രുവായി മാറുന്ന ആരാണ്? ഏറ്റവും വലിയ സ്നേഹബന്ധം അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി, നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ തന്നെ നമുക്കൊന്ന് പരിധി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അടുത്ത് നടന്നിരുന്ന ആളുകൾ, എപ്പം നോക്കിയാലും
രണ്ടുപേരില്ലാതെ വേറെ ആരുമില്ല. യാത്രയിലായാലും കച്ചവടത്തിലായാലും ബിസിനസ്സിലായാലും പിന്നെ പോക്കുവരവിലായാലും കല്യാണത്തിനായാലും എല്ലാത്തിലും ഇങ്ങനെ രണ്ട് ചങ്ങാതിമാരായി ഒട്ടിച്ചേർന്ന് ഇങ്ങനെ നടക്കുക. ചിലർ പറയും അതാവാൻ ഭാര്യയും ഭർത്താവാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ അത്രത്തോളം സ്നേഹത്തിലാണെന്ന് പറയും. ഇവരൊന്ന് പിണങ്ങി നോക്കട്ടെ, ഭയങ്കര ശത്രുക്കളായിട്ട് മാറും. ഇവരായിരിക്കും ഏറ്റവും വലിയ പിന്നത്തെ ശത്രുക്കൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ രഹസ്യങ്ങൾ, നമ്മൾ മറച്ചു വെക്കുന്ന നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ മനുഷ്യന് ചില ബലഹീനതകളുണ്ടല്ലോ, ആ ബലഹീനതകൾ അത് അറിഞ്ഞിട്ടുള്ള ആളെന്ന നിലയിൽ ആ ആള് നമ്മളോട് എപ്പോഴെങ്കിലും പിണങ്ങാനുള്ള ഒരു സാഹചര്യം വന്നാൽ ഈ രഹസ്യങ്ങളെ എടുത്ത് അവൻ എന്ത് ചെയ്യും? സമൂഹ മധ്യത്തിലേക്ക് അവൻ എടുത്തിടും, നമ്മളെ നാറ്റിക്കും, നമ്മൾക്ക് അവൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പിന്നെ അവൻ നമ്മളെ കാണുന്നത് അവന്റെ കണ്ണിലെ കരടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ടായാൽ, ഒരു ഐശ്വര്യമുണ്ടായാൽ അവനത് സഹിക്കൂല. നേരെ മറിച്ച് നമുക്കെന്തെങ്കിലും ഒരു അപകടം പറ്റി, ഒരു അപാകത പറ്റി, നമ്മൾ കിടപ്പിലായിപ്പോയി, നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവനായിരിക്കും. അവൻ അങ്ങനെ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടക്കും. അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളെ, ഹൃദയ സൂക്ഷിപ്പുകാരായ ആളുകളെ, ഏറ്റവും വലിയ സ്നേഹിതന്മാരായ ആളുകളെ, അടുപ്പമുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. മുനാഫിക്കുകൾ ആ കൂട്ടത്തിൽ കാണും, നമ്മുടെ വിശ്വാസികൾ ആ കൂട്ടത്തില്ല. കൂടെ നിന്നിട്ട് ഈ കാലുവാരുക എന്ന് പറയുമല്ലോ, കൂടെ നിന്നിട്ട് ചതിക്കുന്ന ആളുകൾ. അതാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇത് ആരുടെ സ്വഭാവമാണ്? കൂടെ നിന്നിട്ട് ചതിക്കുന്ന സ്വഭാവം ആരുടെയാണ്? ജൂതന്മാരുടെ സ്വഭാവമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല സൗഹൃദങ്ങളെ അല്ലാഹു നൽകുമാറാകട്ടെ. അതിനപ്പുറത്തുകൊണ്ട് ചങ്ക് വേണമെങ്കിലും പറിച്ചു തരുന്ന സുഹൃത്തുക്കളുണ്ട്. സ്വന്തം കുടപ്പുറപ്പിനേക്കാൾ ഒരു ഉമ്മാടെ വയറ്റിൽ നിന്ന് ഘട്ടം ഘട്ടമായി പുറത്തേക്ക് വന്ന സ്വന്തം ചോരയിലുള്ള സഹോദരങ്ങളെക്കാൾ കൂടുതൽ സ്നേഹവും സഹായങ്ങളും ചെയ്യുന്ന സുഹൃത്തുക്കളും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോകും. ചോദിക്കും, നിങ്ങളുടെ എന്തെങ്കിലും ബന്ധമാണ്? ബന്ധമൊന്നുമില്ല, പക്ഷെ ഞങ്ങള് ചേട്ടനനിയന്മാരെ പോലെയാണ്, ഞങ്ങൾ ജ്യേഷ്ഠനനിയന്മാരെ പോലെയാണ്. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള ആളുകൾ നമുക്കും തെരുമാറാകട്ടെ, അത്രയ്ക്കും തെരുമാറാകട്ടെ. നമുക്കൊരു രോഗം വരുമ്പോൾ അവൻ ആദ്യം ഉണ്ടാകും. നമുക്കൊരു നന്മയുണ്ടാകുമ്പോൾ അവൻ തോളിൽ തട്ടി ആ സന്തോഷത്തിൽ അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. നമ്മുടെ കണ്ണ് നനയുമ്പം അവന്റെ കണ്ണ് നനയും, അവൻ കരയും, മാറി നിന്ന് അവൻ കരയും, അവന് സഹിക്കത്തില്ല. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവനും വലിയ വിഷമം ഉണ്ടായിരിക്കും. അല്ലാഹു ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളെ, നല്ല സ്നേഹബന്ധങ്ങളെ അല്ലാഹു നമുക്ക് അടുപ്പിച്ചു തരുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون. ها أنتم أولئك تحبونهم ولا يحبونكم وتؤمنون بالكتاب كله وإذا لقوكم قالوا
آمنا وإذا خلوا عضوا عليكم الأنامل من الغيظ قل موتوا بغيظكم إن الله عليم بذات الصدور إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد